കൂടി സ്വാഗതം. എല്ലാവർക്കും നാടൻ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ റെസിപ്പി ആറ്റുവാള ആണ്. ആറ്റുവാള വറുത്തരച്ചതാണ് നമ്മുടെ റെസിപ്പി ഇന്നത്തെ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാനെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് വാഴയുടെ നെയ്യാണ്. ആവശ്യമുള്ളവർ മാത്രം അത് ചേർത്താൽ മതി. തലയെല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം 1 കിലോ ആറ്റുവാളയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് വീഡിയോയിലൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആറ്റുവാള കറി വയ്ക്കാൻ നമുക്ക് തേങ്ങ വറുത്തരയ്ക്കണം. അതിന് വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങ എടുക്കാം. പാൻ ചൂടായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് 2-3 തവി തേങ്ങ ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ ഒരു തേങ്ങയുടെ പകുതി ആണിത്. നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചുമക്കി ഒന്ന് വറുത്തെടുക്കണം. നമുക്കിത് തേങ്ങ ഒന്ന് വറുത്ത് എടുക്കാം. തേങ്ങ പെട്ടെന്ന് വറുത്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരുപാട് വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ചുമക്ക് ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം നല്ലതുപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലിയാണ്. അതൊരു 3-4 സ്പൂൺ ചേർത്ത് കൊടുക്കാം. 3, 4, 5 നമ്മൾ കാശ്മീരി ചില്ലി ചേർത്തു. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും. മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നുവെച്ചാൽ ഈ ചൂടൊന്ന് ആറിയിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. കടുക് വറുക്കാൻ തുടങ്ങാം. നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കടുകും ഉലുവയും എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുന്ന ചെറിയ ഉള്ളിയാണ്. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ട് വഴറ്റാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം. നമുക്ക് ഇവിടെ ഉള്ളി മുളകും എല്ലാം വഴണ്ടി നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. തേങ്ങ വറുത്തരച്ച അരപ്പാണ് ഇത്. നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തോട്ടുപുളി എന്നും പറയും, കുടംപുളി എന്നും പറയും. നമ്മൾ കുറച്ച് കുടംപുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സി ജാറ് കഴുകിയ വെള്ളം കൂടി നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇട്ടിരിക്കുന്നതുകൊണ്ട് ആവശ്യമായ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഉപ്പ് നോക്കാം. ഇതൊന്ന് തിളച്ച് വരുന്നിടം വരെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഗ്രേവി ഒന്ന് തിളച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് മൂടി വെച്ച്
വേവിക്കാം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം വേണം നമുക്ക് വാള ഇട്ട് കൊടുക്കാൻ. ഗ്രേവി തിളച്ചിട്ട് വന്നിട്ടുണ്ടോ നോക്കാം. നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റി നോക്കാം. ഇപ്പം ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. 1 കിലോ വാളയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം അത് നമുക്ക് ഈ തിളച്ച ഗ്രേവിയിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുവിധം വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. സാവകാശം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇളക്കുന്നത് പോലെ വെന്ത് കഴിഞ്ഞാൽ ഇളക്കരുത്, കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും. അപ്പം നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ലേശം ഉപ്പൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മളിത് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടിയൊന്ന് മാറ്റി നോക്കാം. ഇത് നല്ലതുപോലെ തിളച്ച് ചാറ് വറ്റിയിട്ടില്ല. ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കേണ്ട സമയമാണിത്. നമുക്കിന്ന് സൈഡ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം, അടുക്കി പിടിക്കാതിരിക്കാൻ. ഒരുപാട് ഇളക്കണ്ട, ഇങ്ങനെ പതുക്കെ ഒന്ന്, അല്ലെങ്കിൽ പതുക്കെ ഒന്ന് അനക്കിയിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഈ ചട്ടിയുടെ സൈഡിൽ പിടിച്ച് ഒന്ന് പൊക്കി ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം, കറക്കിയിട്ട് കൊടുക്കാം. നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. വളരെ നല്ല ടേസ്റ്റാണ്. ഉപ്പും പുളിയും എല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഒന്ന് ഇതിൻ്റെ ചാറൊന്ന് വറ്റാനുണ്ട്. വറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും വരാം. നമ്മുടെ വാളക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം നമ്മൾ ഈ ചട്ടിയിൽ തന്നെ വെക്കുമ്പോൾ മൺചട്ടി ആയതുകൊണ്ട് ഈ വെള്ളം കുറച്ച് അത് വലിച്ചെടുക്കും. അപ്പം കറക്റ്റ് പാകത്തിനാണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ അടിപൊളി വാളക്കറിയാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ആറ്റുവാളയാണ്, വളരെ ടേസ്റ്റുള്ള ഒരു മീനും കൂടിയാണ്. അപ്പോൾ ഇതേ റെസിപ്പി തന്നെ വയ്ക്കുക. നമ്മുടെ ചേരുവകളിൽ ഇതേപോലെ തന്നെ ഇടുക. അപ്പം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. നല്ലൊരു നാടൻ കറിയാണിത്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ആറ്റുവാള കിട്ടിയാൽ എല്ലാവരും മേടിച്ച് വയ്ക്കുക. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇതിൽ തൂവി കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് എത്രയും വേഗം എത്തുന്നതായിരിക്കും. താങ്ക് യു.